ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ അയാൾ അന്ന് ഇത്രയും ജനങ്ങളുടെ കർഷകരുടെയും കൃഷിപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും മുന്നിൽ നിന്ന് കൂടി കാര്യം പറയിപ്പിച്ചു നിങ്ങൾക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നില്ല ഇങ്ങനത്തെ അതിന്റെ ബേസ് ഒരു സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചു എന്തെങ്കിലും അടിയന്തരമായി ചെയ്യാനുള്ള ഫണ്ടിൽ വെച്ചിട്ട് ഇത് ഈ കോളനിക്ക് ചുറ്റുള്ള അടിയന്തരമായിട്ടുള്ള ഫണ്ട് ചെയ്യും. പൊട്ടുന്നുണ്ടല്ലോ അതൊരു ആ പീരീഡ് പോലെ തന്നെ നമ്മുടെ നാട്ടിലും നമുക്ക് കാട്ടാനകൾക്കും ആ ഒരു എല്ലാവരും ഉണ്ടായിരുന്നു നമുക്കത് പറയാം. ഇതിപ്പോൾ എല്ലാവർക്കും പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ്. നമ്മൾ നിരവധി വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ എന്തുകൊണ്ട് വനനിയമ ഭേദഗതി പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ സാക്ഷ്യപത്രമാണ്. എനിക്ക് തോന്നുന്നു ഈ മാസം 10ാമത്തെ മരണമാണ്. 7 സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതാണ് മരിച്ച വീടുകളിൽ. അപ്പം ഈ ദുരന്തം തുടരുകയാണ്. ഇപ്പോൾ ആ DFO വരും, കളക്ടർ വരും, മറ്റവർ വരും, വർച്വൽ വരും. ഒരു 5 ലക്ഷത്തിന് ചെക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ഒരു മനുഷ്യൻ മരിച്ചു വീണാൽ കിട്ടുന്ന കോമ്പൻസേഷൻ വെറും 10 ലക്ഷമാണ്. ആ 10 ലക്ഷത്തിൽ 5 ലക്ഷം കേന്ദ്രം നൽകുന്ന. കേന്ദ്രം ആൾറെഡി പൈസ കൊടുത്ത് 5 ലക്ഷം അവിടെ എഴുതി വെച്ചിരിക്കുക. ആളെ പേര് അടുത്ത രക്തസാക്ഷി ആരാണ് എന്ന് അറിയാൻ കാത്തിരിക്കുക. ആ എഴുതി ഒപ്പിട്ടത് കൊടുക്കും. പിന്നെ 5 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കും. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ തട്ടി ഒരു മനുഷ്യൻ മരിച്ചാൽ 25ഉം 50ഉം ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഒരവസ്ഥ ഈ നാട്ടിലുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു വളരെ വലിയ വിഷയമാണ്. ഇതിൻ്റെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇപ്പം ഇവരിപ്പോൾ കാട്ടിലാണെന്ന് പറയും. വനാവകാശികൾ കാട്ടിലല്ലാതെ കടലിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അവർ ജീവിക്കുന്ന അവരുടെ കോളനിയുടെ ചുറ്റുപാടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ബാധ്യത ആർക്കാണുള്ളത്? ഗവൺമെന്റിനുണ്ട്. 1-2 കിലോമീറ്റർ അവർ കൃഷി ചെയ്യുന്ന ആ വീടിന് ചുറ്റുമല്ല, അവരുടെ കൃഷിപ്രദേശങ്ങൾ. ഇപ്പോൾ ആട് മേയ്ക്കാൻ പോയതാണ്. ഉൾക്കാട്ടിലല്ല, ഇവരെന്താ പറയുക, കാട്. വനവാസികൾ മുഴുവൻ കാട്ടിലല്ലേ? കരുളായിൽ മണി മരിച്ചവൻ പറഞ്ഞു കാട്ടുന്ന ചവിട്ടിക്കൊന്നത്. മണി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ റോട്ടിലിട്ടാ ചവിട്ടിക്കൊള്ളുന്നത്. അപ്പം വനവാസികളെ വനത്തിൽ നിർത്തുമ്പം അവർക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കൊടുക്കാൻ ഒരു മാർഗമില്ല. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇതിലൊരു എന്താ പറയുക, ഭരണകൂട ഭീകരത ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് മനുഷ്യർ ഇറങ്ങിപ്പോകുക എന്നത് അവരുടെ ആവശ്യമാണ്. പശ്ചിമഘട്ടത്തിന്റെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ ആവശ്യമാണ്. അതിന് പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് ഈ പശ്ചിമഘട്ടത്തിലെ ഫോറസ്റ്റ് എടുക്കുന്നത്. ഓരോ സ്ഥലങ്ങളിലും ആളുകൾ വിറ്റുപോവാണ്, വീട് വിറ്റുപോവാണ്. ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, DCC പ്രസിഡന്റ് ജോയി പല ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു, അൻവർക്ക നമുക്ക് വിറ്റുപോകാൻ പറ്റില്ലല്ലോ, നമ്മളെങ്ങനെയാണ് വിറ്റുപോവുക? പലരും വിറ്റുപോയി കഴിഞ്ഞു കിട്ടുന്ന കാശിന്. അപ്പം ജനങ്ങളെ നിർബന്ധിതമായ സാഹചര്യത്തിൽ ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി പോവും. പിന്നെ ഇവിടുന്ന് പോകാത്തത് ആരാ? വനവാസികളാ. ഇവർക്ക് വനാവകാശ നിയമമുണ്ട്. ഒരു നിലക്കും ഇവരെ പുറത്താക്കാൻ പറ്റില്ല. അറിയിക്കലുണ്ട്, എല്ലാവരും കോളനിക്കാർ കൂടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിലെല്ലാവരും എഴുതി ഒപ്പിടും, ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രഞ്ച് വേണം, എന്താ വേറെ ഞങ്ങൾക്ക് ചുറ്റുവേലി വേണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇവിടെ നടക്കുമെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേപ്പറുകളായാലും കാര്യങ്ങൾ ഒപ്പിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ
എവിടെ പോയി അതൊക്കെ ഒരു സ്ത്രീ മരിച്ചു, ഒരു അമ്മ മരിച്ചു. അതിനുശേഷമാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ട് എന്താ കാര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങൾ ഒരു ജീവൻ പോയി, ഒരമ്മ മരിച്ചു. ഈ പ്രശ്നം ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങൾ എഴുതി കൊണ്ടുവന്ന ഈ ഒപ്പും പേപ്പറും കാര്യങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് എവിടെ കൊണ്ടുപോയി സോളാർ ഫെൻസിംഗ് തന്നെ പലയിടത്തും ആദ്യത്തെ സോളാർ ഫെൻസിങ്ങിന് എഫക്റ്റീവ്നെസ് കുറവായിരുന്നു. ഹാങ്ങിങ് സോളാർ ഫെൻസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ഹാങ്ങിങ് സോളാർ ഫെൻസുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ഇവിടെ ഈ പ്രതിഷേധത്തിന്റെ കാരണം ഈ വിഷയം ഉണ്ടായപ്പോ, മരണം ഉണ്ടായപ്പോ, ഇവിടെ പ്രതിഷേധം ഉണ്ടായപ്പോ 1.5 മാസം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാതെ ഈ അപകടത്തിന് മരണത്തിന് കാത്തു നിൽക്കാതെ ഇതിന് സമയബന്ധിതമായി പരിഹാരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവിടെ കോളനി നിവാസികൾക്ക് രാത്രി കിടന്നുറങ്ങാൻ വയ്യ. രാത്രി കിടന്നുറങ്ങാൻ കഴിയാതെ ഈ കോളനിയിൽ ജനജീവിതം ദുസ്സഹമാണ്. ജനജീവിതം ദുസ്സഹമാണ്. അതിന്റെ പ്രതിഷേധമാണ്. ഇപ്പോ DFP സംഭവ സ്ഥലത്ത് 1.5 മാസം കൊണ്ട് പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഈ 1.5 മാസങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയി എന്നുള്ള ന്യായമായ ചോദ്യമാണ് ഈ കോളനിയിലെ സാധാരണക്കാർ ചോദിക്കുന്നത്. ഒരുപാട് കൊല്ലപ്പെടേണ്ടി വന്നു. 1.5 മാസം കൊണ്ട് സമയബന്ധിതമായി ഈ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളെ ഒഴിവാക്കാൻ കഴിയും. ആ റോഡ് തന്നെ കണ്ടങ്ങൾ വരുന്ന റോഡ് ഞങ്ങൾക്ക് വ്യക്തമായി പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ ഒതുങ്ങി നിൽക്കട്ടെ, എന്നിട്ട് വരും. അല്ല നിങ്ങൾ ചാനൽ പെട്ടിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഇവർ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകളാണ്, അധസ്ഥിതരും അടിയാളുകളായിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇവിടെ ആളുകളുണ്ട്. അത് പരിഹരിച്ചിട്ട് പോയാൽ മതി. സ്വകാര്യം പറയല്ലേ.